ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ലെവലും കൂടെ ബാക്കിയുണ്ട്, റെസിപ്രോക്കൽ ലെവലിംഗ്. ഓക്കെ, ഇപ്പോൾ റെസിപ്രോക്കൽ ലെവലിംഗ് പറയുന്നതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് കർവേച്ചർ ആൻഡ് റിഫ്രാക്ഷൻ കറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് കറക്ഷൻസ് ആണ് വിച്ച് ഈസ് ടു ബി അപ്ലൈഡ് ഇൻ ലെവലിംഗ് വെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 പോയിൻറ്റ്സ്, നമുക്ക് ലെവൽ ഡിഫറൻസ് കാണുന്ന 2 പോയിൻറ്റ്സ് വെൻ ദേ ആർ ടു ലോങ് അപ്പാർട്ട്, ആ രണ്ടും വളരെ ദൂരത്താണ് നിൽക്കുന്നതെങ്കിൽ. അതുപോലെ വെൻ വി ഹാവ് ടു ഡു പ്രിസൈസ് ലെവലിംഗ് വർക്ക്സ്, അങ്ങനെയുള്ള കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കറക്ഷൻസ് ആണ് ഈ കർവേച്ചർ ആൻഡ് റിഫ്രാക്ഷൻ കറക്ഷൻ. ഓക്കെ, ഇപ്പോൾ രണ്ടും ലോങ് അപ്പാർട്ടാന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യേണ്ടി വരും. എർത്തിൻ്റെ മീൻസ് പിരിയോഡിക്കൽ ഷേപ്പാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഷേപ്പ്, എർത്തിൻ്റെ ആ കർവ്ഡ് ഷേപ്പ് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മളതിൽ അപ്ലൈ ചെയ്യുന്ന കറക്ഷനാണ് കർവേച്ചർ കറക്ഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇതിലെന്താണ് ചെയ്യേണ്ടത്? ഇത് ഫിഗർ നോക്കാം. ഫിഗർ നോക്കിയാൽ നമുക്കറിയാം ഇൻസ്ട്രുമെൻ്റ് ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, എ എന്നുള്ള പോയിന്റിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളെ സ്റ്റാഫ് റീഡിങ് എടുക്കുക ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ ആക്ച്വൽ ലൈൻ ഓഫ് സൈറ്റ് ഡോട്ടഡ് ലൈനായിട്ട് കാണിച്ചിട്ടുണ്ട്, ആക്ച്വൽ ലൈൻ ഓഫ് സൈറ്റ്. പിന്നെ ലെവൽ ലൈൻ കാണിച്ചിട്ടുണ്ട്. ലെവൽ ലൈൻ എന്താ നമ്മൾ മുമ്പ് പറഞ്ഞാണ്, ലൈൻ വിച്ച് ഈസ് പാരലൽ ടു ദ മെയിൻ സ്പിരോയിഡൽ ഷേപ്പ് ഓഫ് ദി എർത്ത്. എർത്തിനൊരു മെയിൻ സ്പിരോയിഡൽ ഷേപ്പ് ഉണ്ട്. ആ സ്പിരോയിഡൽ ഷേപ്പിന് പാരലായിട്ട് എടുക്കുന്ന ലൈനാണ് നമ്മൾ ലെവൽ ലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എർത്തിൻ്റെ ഈ ഒരു പോയിന്റിൽ നമ്മൾ ആ ഇൻസ്ട്രുമെൻറ്റ് സൈറ്റ് ചെയ്ത ആ പോയിന്റിൽ ആ പെർട്ടിക്കുലർ ലെവല്, ഈ ഹൈറ്റ്, ഈ സെയിം വാല്യൂ ആയിരിക്കും ത്രൂ ഔട്ട് ഈ ലെവൽ ലൈനിൽ, എല്ലാം സെയിം വാല്യൂ ആയിരിക്കും. ഓക്കെ, എർത്തിന് നമ്മൾ കുറച്ചുകൂടെ ലാർജ് സ്കെയിലിൽ നോക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും ഉണ്ടാകുന്നത് അല്ലേ. ലെവൽ ലൈൻ എന്ന് പറയുന്നത് കർവ്ഡ് ആയിരിക്കും. അതാണ് ആക്ച്വൽ ലെവൽ ലൈൻ എന്ന് പറയുന്നത്. ആ സെയിം എലിവേഷനിലെ പോയിന്റ് നമ്മളെല്ലാം നോക്കിയാൽ അത് കർവ്ഡായിട്ട് വരും അല്ലേ. പക്ഷേ ആക്ച്വലി നമ്മൾ ലെവൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കർവ്ഡായിട്ടല്ല നമുക്ക് കിട്ടുന്നത്. നമുക്ക് ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലായിട്ടുള്ള ലൈൻ ഓഫ് സൈറ്റ് നമുക്ക് സാധാരണ കിട്ടുന്നത് അല്ലേ. അത് ഡോട്ടർ ലൈനിലും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതല്ലാതെ നമ്മൾ ലെവൽ ലൈനിൽ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞ സമയത്ത് ലെവലിങ്ങിൻ്റെ കുറേ ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്. അതിൽ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞൊരു ടേം പറഞ്ഞിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ലൈൻ വിച്ച് ഈസ് ടാൻജൻഷ്യൽ ടു ദ ലെവൽ ലൈൻ. നമ്മുടെ ലെവൽ ലൈനിന് ടാൻജൻഷ്യൽ ആയിട്ടുള്ള ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ ലൈനും ഉണ്ട്, ലെവൽ ലൈനും ഉണ്ട്. നമ്മുടെ ആക്ച്വൽ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടിൻ്റെയും ഇടക്കായിട്ട് വരും. ഓക്കെ, എന്തുകൊണ്ടാണെന്നില്ല നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ, ജസ്റ്റ് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഹിയർ എ സി ഇസ് ദ ഹൊറിസോണ്ടൽ ലൈൻ which deflects upward from the level line AB. ഹൊറിസോണ്ടൽ ലൈൻ എ ബി എന്ന് കുറച്ച് മുകളിലായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. കറക്ഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ആദ്യത്തത് കർവേച്ചർ കറക്ഷൻ. ഹിയർ ബി സി ഈസ് ദ ഡീവിയേഷൻ ഫ്രം ദ ലെവൽ ലൈൻ. ബി സി ഈസ് ദ ഡീവിയേഷൻ ഫ്രം ദ ലെവൽ ലൈൻ. ഓക്കെ, നമ്മൾ ആക്ച്വൽ ലൈൻ ഓഫ് സൈറ്റ് അല്ല ഇപ്പം കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഇപ്പം ഹൊറിസോണ്ടൽ ലൈൻ വെച്ചിട്ടാണ് പറയുന്നത്. Here BC is the deviation from level line. Actually, the staff reading should have been taken at B, where the level line touches the staff. ശരിക്കും ആക്ച്വലി നമുക്ക് കിട്ടേണ്ട കറക്റ്റ് ലെവൽ ഡിഫറൻസ്, ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ലെവൽ ലൈൻ ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ് ശരിക്കും കിട്ടേണ്ടിയിരുന്നത്. ബട്ട് സിൻസ് ലെവൽ പ്രൊവൈഡ്സ് എ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് റിഫ്രാക്ഷൻ, ദ സ്റ്റാഫ് റീഡിങ് ഈസ് ടേക്കൺ അറ്റ് സി. അതായത് നമ്മുടെ ഈ ആക്ച്വൽ ലൈൻ ഓഫ് സൈറ്റ് ഈ ഹൊറിസോണ്ടൽ ലൈനിൽ നിന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങി നിൽക്കുന്നതിന് കാരണം എർത്തിൽ ഉണ്ടാകുന്ന എയറിൽ എന്തുണ്ടാകുന്ന റിഫ്രാക്ഷൻ, എയറിലെ കൂടെ ലൈറ്റ് നമ്മൾ വ്യൂസ് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ റിഫ്രാക്ഷൻ സംഭവിച്ചിട്ടാണ് ആ ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നത് താഴോട്ടേക്ക്. ആക്ച്വൽ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലൈനിൽ നിന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങി നിൽക്കുന്നതിന് കാരണം അതാണ്. ഓക്കെ, എയറിൽ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് എയർ കാരണം അതിൽ റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ടാവും. അപ്പോൾ ആ റിഫ്രാക്ഷൻ, ആ സംഭവം നമ്മൾ എയറിലുണ്ടാകുന്ന റിഫ്രാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യാത്ത സമയത്ത് ഹൊറിസോണ്ടൽ ലൈൻ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, നമുക്ക് ശരിക്കും കിട്ടേണ്ടത് ബിയിലായിരുന്നു, പക്ഷെ നമുക്ക് കിട്ടുന്നത് സിയിലാണ് അല്ലേ. അപ്പോൾ ആ സിയിൽ കിട്ടിയത് ശരിക്കും റീഡിങ്ങിനേക്കാളും, ഇപ്പോൾ ബിയിലാണ് കിട്ടുന്നതെങ്കിൽ, ആക്ച്വൽ ലെവൽ ലൈനിലാണ് കിട്ടേണ്ടതെങ്കിൽ നമുക്ക് അതിനേക്കാളും ഹയർ വാല്യൂ ആണ് സി എന്ന് പറഞ്ഞ പോയിന്റിൽ കിട്ടിയത് അല്ലേ.
The staff reading is taken at C. Thus apparent staff reading is more. നമുക്ക് ശരിക്കും കിട്ടേണ്ടതിനേക്കാളും കൂടുതലാണ് സ്റ്റാഫ് റീഡിങ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കറക്ഷൻ കൊടുക്കേണ്ടത് നെഗറ്റീവാണ്. നമ്മൾ റീഡിങ് കറക്ഷൻ ശരിക്കും കിട്ടേണ്ടത് ബിയിലാണ്, പക്ഷെ കിട്ടിയത് സിയിലാണ്. അപ്പോൾ കറക്ഷൻ നെഗറ്റീവാണ്, റീഡിങ് കുറക്കാമെന്ന് വേണ്ടത്. അപ്പോൾ ആ കുറക്കുന്ന ആ റീഡിങ്ങിനെയാണ് നമ്മളെന്ത് പറയുന്നത്? കറക്ഷൻ ഫോർ കർവേച്ചർ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. സി 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 ഈക്വൽ ടു ഡി സ്ക്വയർ ബൈ 2r. D is the horizontal distance between A and B in kilometer. R is the radius of Earth, which is approximately equal to 6370. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും. 0.07849 d square. Curvature correction in meter, and we need to substitute d in kilometer. d കിലോമീറ്ററിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. കിട്ടേണ്ട ആൻസർ എന്തിൽ കിട്ടും? മീറ്ററിൽ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത കറക്ഷനാണ് റിഫ്രാക്ഷൻ കറക്ഷൻ. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞു എയറിലുണ്ടാകുന്ന ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് എയർ കാരണം നമ്മളതിൽ ലൈൻ ഓഫ് സൈറ്റ് ചെയ്യുന്ന സമയത്ത് ഹൊറിസോണ്ടൽ ലൈനിൽ നിന്ന് കുറച്ച് താഴേക്ക് ബെൻഡ് ചെയ്തിട്ടുണ്ടാകുമെന്ന് പറഞ്ഞു. ഓക്കെ, റിഫ്രാക്ഷൻ കാരണമാണ് ബെൻഡ് ചെയ്യുന്നത്. ആൻഡ് ദിസ് എഫക്റ്റ് ഓഫ് റിഫ്രാക്ഷൻ ഈസ് സെയിം ആസ് ഇഫ് ദ ലൈൻ ഓഫ് സൈറ്റ് വാസ് കർവ്ഡ് ഡൗൺവേർഡ്സ്, ഹെൻസ് സ്റ്റാഫ് റീഡിങ് ഈസ് ഡിക്രീസ്ഡ്. അല്ലേ? ശരിക്കും നമുക്ക് ഹൊറിസോണ്ടൽ ലൈനാണ് കിട്ടേണ്ടതെങ്കിൽ അല്ലേ? റിഫ്രാക്ഷൻ ഇല്ലാത്ത കേസിൽ അവിടെ നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ലൈനാണ് ശരിക്കും വരേണ്ടത്. പക്ഷേ റിഫ്രാക്ഷൻ കാരണം നമ്മുടെ ആക്ച്വൽ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടായിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടേണ്ട റീഡിങ്ങിനേക്കാളും കുറവാണ് കിട്ടിയത് അല്ലേ? അതുകൊണ്ട് നമ്മുടെ കറക്ഷൻ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ദ ആക്ച്വൽ ഹെൻസ് ദ സ്റ്റാഫ് റീഡിങ് ഇസ് ഡിക്രീസ്ഡ് ആൻഡ് ദ കറക്ഷൻ അപ്ലൈഡ് ഈസ് പോസിറ്റീവ്. റിഫ്രാക്ഷൻ കറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അതിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 1/7 ടൈംസ് കറക്ഷൻ ഫോർ കർവേച്ചറാണ്. 0.0112 d square എന്ന് കിട്ടും. അപ്പോൾ ഇത് കമ്പൈൻഡ്, രണ്ടിൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള കറക്ഷൻ അപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസറാണ് 0.0673 d square. അതും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് വെച്ചൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ആ പ്രോബ്ലം നിങ്ങളൊന്ന് നോക്കാം. Find the correction for curvature, refraction and combined correction for a distance of 800 meter. ഓക്കെ, നമുക്ക് ആദ്യം ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കാം. 3 ഇക്വേഷൻസ് ഉണ്ട് കറക്ഷൻസിൻ്റെ. അതിലറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഷുഡ് ബി ഗിവൺ ഇൻ കിലോമീറ്റർ ആൻഡ് ദ റിസൾട്ട് ഒബ്റ്റൈൻഡ് വിൽ ബി കറക്ഷൻ വിൽ ബി ഇൻ മീറ്റർ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കറക്ഷൻസ് കിട്ടും. അപ്പോൾ അതാണ് ആ ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ അടുത്ത റെസിപ്രോക്കൽ ലെവലിങ്ങിലേക്ക് വരാം. അപ്പോൾ റെസിപ്രോക്കൽ ലെവലിംഗ് എന്തിനാണ് ചെയ്യുന്നത്? നമുക്ക് ഞാൻ പറഞ്ഞുതരാം. റെസിപ്രോക്കൽ ലെവലിംഗ് ഈസ് ഡൺ വെൻ ദർ ഈസ് എൻ ഇൻ്റർമീഡിയറ്റ്. നമുക്കൊരു 2 പോയിൻറ്റ്സ് തമ്മിൽ ലെവൽ ഡിഫറൻസ് കാണണം. അപ്പോൾ അതിനിടയ്ക്കൊരു റിവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് വന്നു, നമുക്ക് അതിനിടയ്ക്കുള്ള പോയിൻറ്റ്സ് കണ്ടുപോകാൻ പറ്റില്ല. സാധാരണ നമ്മൾ ബാക്ക് സൈഡ് ഫോർ സൈഡ് എടുത്ത് ചെയ്യുന്നതല്ലേ. അടുത്തടുത്ത് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ബാക്ക് സൈഡ് ഫോർ സൈഡ് എടുത്ത് പോകും. പക്ഷേ ഇൻ്റർമീഡിയറ്റ് ആയി നമുക്ക് അങ്ങനെ പോയിൻറ്റ്സ് എടുക്കാൻ പറ്റില്ല. അതിനിടയ്ക്കൊരു റിവറോ അങ്ങനെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വന്നു. അപ്പോൾ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടാണ് നമ്മൾ ലെവൽ ഡിഫറൻസ് കാണുന്നത്. നല്ല ദൂരത്തില്ല 2 പോയിൻറ്റ്സ് തമ്മിലാണ് ലെവൽ ഡിഫറൻസ് കാണുന്നത്. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെസിപ്രോക്കൽ ലെവലിംഗ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ വായിച്ചു നോക്കാം. The method is adopted to determine the difference of level between 2 points at considerable distance apart with great precision. It is also used when it is not possible to set up the level between 2 points, such as a river or deep valley in between the points. Okay, and points if they are too far apart, അങ്ങനെയുള്ള കേസിൽ നമ്മൾ ചെയ്യുന്ന ലെവലിംഗ് ആണ് റെസിപ്രോക്കൽ ലെവലിംഗ്. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടുള്ള മെയിൻ ഗുണം, ഈ ഒരു ടൈപ്പിനൊരു പ്രൊസീജിയർ ഉണ്ട്. അത് ചെയ്തുകൊണ്ടുള്ള മെയിൻ ഗുണം എന്ന് പറയുന്നത് ദ മെയിൻ അഡ്വാൻറ്റേജസ് ആർ ഇറ്റ് എലിമിനേറ്റ്സ് ദ കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് എർത്ത്സ് കർവേച്ചർ ആൻഡ് റിഫ്രാക്ഷൻ. നമ്മൾ മുമ്പ് പറഞ്ഞ ആ ഒരു ഇറർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കർവേച്ചർ ഉണ്ടല്ലോ, കർവേച്ചർ ആൻഡ് റിഫ്രാക്ഷൻ കറക്ഷൻസ് ഉണ്ടല്ലോ, അത് നമ്മൾക്ക് അപ്ലൈ ചെയ്യാതെ തന്നെ നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടും. ഇത് അപ്ലൈ ചെയ്യണം, അതിൻ്റെ ആ എഫക്റ്റ് ഓട്ടോമാറ്റിക്കായി 0 ആയി പോകും ഇത് ചെയ്യുന്ന സമയത്ത്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും.
ഇറ്റ് എലിമിനേറ്റ്സ് ദ കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് കർവേച്ചർ ആൻഡ് റിഫ്രാക്ഷൻ. പിന്നെ എന്താണ്, ഇറ്റ് എലിമിനേറ്റ്സ് ദ ഇറർ ഇൻ ഇൻസ്ട്രുമെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഇതാണ് മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ്. പിന്നെ അടുത്തത് അതിൻ്റെ ഒരു പ്രൊസീജിയറാണ്. ആ റീഡിങ്, ആ തേർഡ് പോയിൻ്റുമായിട്ട് കാണിക്കുന്നത് അതിൻ്റെ പ്രൊസീജിയറാണ്, അത് തേർഡ് അഡ്വാൻറ്റേജ് അല്ല. ഓക്കെ, എന്നാ ചെയ്യുന്നത് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എയും ബിയും തമ്മിൽ, എ എന്ന് പറഞ്ഞ പോയിൻറ്റും ബി എന്ന് പറഞ്ഞ പോയിൻറ്റും തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഇൻസ്ട്രുമെൻ്റ് ഈസ്, നമ്മുടെ ലെവൽ ഇൻസ്ട്രുമെൻറ്റ് ഈ സെറ്റപ്പ് സച്ച് ദാറ്റ് നമ്മുടെ എയിലൊരു സ്റ്റാഫ് വെക്കും, ബിയിലൊരു സ്റ്റാഫ് വെക്കും. ദ ഇൻസ്ട്രുമെൻറ്റ്, നമ്മുടെ ലെവൽ ഇൻസ്ട്രുമെൻറ്റ് ഈ സെറ്റപ്പ് സച്ച് ദാറ്റ് ഇറ്റ് ഈസ് ക്ലോസ് ടു ദ സ്റ്റാഫ് അറ്റ് എന് ക്ലോസ് ആയിട്ടൊരു പോയിന്റിൽ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് റീഡിങ് എടുക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ എന്താണ്, അങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ എയിൽ കിട്ടുന്ന റീഡിങ്, നമുക്കൊരു റീഡിങ് ഹൈറ്റ് ഓഫ് ആ സ്റ്റാഫ് റീഡിങ് കിട്ടും HA. അതുപോലെ ബി എന്ന് പറഞ്ഞ പോയിന്റിലും ഒരു സ്റ്റാഫ് റീഡിങ് കിട്ടും HB. ഓക്കെ, പക്ഷേ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മൾ HB ഹൈറ്റ് എടുക്കുമ്പോൾ അവിടെ കർവേച്ചർ, ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അവിടെ കർവേച്ചറിൻ്റെ എഫക്റ്റ് വരാൻ സാധ്യതയുണ്ട്. കർവേച്ചർ എഫക്റ്റും റിഫ്രാക്ഷൻ എഫക്റ്റും വരും. അപ്പോൾ അതിലുണ്ടാവാൻ സാധ്യതയുള്ള ഇററാണ് ഇ. ഓക്കെ, ഇ ആണ് നമ്മുടെ ഇറർ. ഓക്കെ, ലൈൻ ഓഫ് സൈറ്റ് കുറച്ചും കൂടെ മുകളിലായിരിക്കും, ലെവൽ ലൈൻ താഴെ ആയിരിക്കും. നമ്മുടെ കറക്ഷൻ ടു ബി ടോട്ടൽ കറക്ഷൻ അപ്ലൈഡ് എന്താണ്, നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ ലെവൽ ലൈനിലാണ് കറക്റ്റ് കിട്ടേണ്ടത്. പക്ഷെ നമുക്ക് നമ്മുടെ ആക്ച്വൽ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് അതിനേക്കാളും കുറച്ച് മുകളിലാണ് കിട്ടിയത്, അല്ലേ, ഒരു ഹയർ വാല്യൂ ആണ് കിട്ടിയത് സ്റ്റാഫ് റീഡിങ്. അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറക്ഷൻ അപ്ലൈ ചെയ്ത് നെഗറ്റീവായി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റഡ് ടു ന്യൂ പോയിൻറ്റ് ബി, സ്റ്റാഫ് ബിയുടെ അടുക്ക് വെച്ച് അതിൻ്റെ അടുത്ത് ഇൻസ്ട്രുമെൻറ്റ് സെറ്റപ്പ് നിയർ ദ പോയിൻറ്റ് ബി. വീണ്ടും നമ്മൾ ഹൈറ്റ് എടുക്കുന്നു, വീണ്ടും നമ്മൾ സ്റ്റാഫ് റീഡിങ്സ് എടുക്കുന്നു. സ്റ്റാഫ് റീഡിങ് ആദ്യത്തെ തൊട്ടടുത്തില്ലതിന് തന്നെ ഇററൊന്നും ഉണ്ടാവില്ല, പക്ഷേ ദൂരമില്ലതിന് ഇറർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ 2 റീഡിങ്സ് എടുത്തു. ഇനി എന്താ ചെയ്യുന്നത്, ഇതാണ് ഈ പാരഗ്രാഫിൽ ഇതാണ് പറഞ്ഞത്, നമ്മൾ ഈ പറഞ്ഞ സ്റ്റെപ്സാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതിൽ ട്രൂ സ്റ്റാഫ് റീഡിങ്, ലെറ്റ് ദ കറസ്പോണ്ടിങ് റീഡിങ്സ് ബി HA ആൻഡ് HB. ആദ്യത്തെ സെറ്റപ്പിൽ, ഇൻസ്ട്രുമെൻ്റ് ഫസ്റ്റ് സെറ്റപ്പിൽ കറസ്പോണ്ടിങ് റീഡിങ്സ് HA ആൻഡ് HB ആയിരിക്കും. അതുപോലെ ട്രൂ സ്റ്റാഫ് റീഡിങ് അറ്റ് ബി, ആക്ച്വലി നമ്മുടെ സ്റ്റാഫ് റീഡിങ് ടു ബി നമുക്ക് കിട്ടേണ്ടത് എന്താണ്, ആക്ച്വൽ ട്രൂ സ്റ്റാഫ് റീഡിങ് ഷുഡ് ബി HB മൈനസ് E ആയിരുന്നു, അല്ലേ. നമ്മുടെ ലെവൽ ലൈനിൽ കിട്ടുകയാണെങ്കിൽ HB മൈനസ് E ആയിരുന്നു നമുക്ക് കിട്ടേണ്ട സ്റ്റാഫ് റീഡിങ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും തമ്മിലെ എലിവേഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ് A ആൻഡ് B ഈസ് HA മൈനസ് HB മൈനസ് E. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ HA മൈനസ് HB പ്ലസ് E എന്ന് കിട്ടും. രണ്ടാമത്തെ പ്രൊസീജിയർ, നൗ ദ ലെവൽ ഷിഫ്റ്റഡ് ടു B. ഇതിലും റീഡിങ്സ് HA ഡാഷ് HB ഡാഷ് എന്നാണ് നമുക്ക് കിട്ടിയത്. അതിൽ നിന്ന് ട്രൂ സ്റ്റാഫ് റീഡിങ് എയിലെ ട്രൂ സ്റ്റാഫ് റീഡിങ് എന്തായിരിക്കും, HA ഡാഷ് മൈനസ് E എന്നായിരിക്കും, അല്ലേ. ഹിയർ ദ ലെവൽ ഡിഫറൻസ് എന്താണ്, ഹിയർ ദ ലെവൽ ഡിഫറൻസ് വിൽ ബി HA ഡാഷ് മൈനസ് E മൈനസ് HB ഡാഷ്. അപ്പോൾ രണ്ട് സെറ്റപ്പിൽ, ഇൻസ്ട്രുമെൻ്റ് 2 സെറ്റപ്പിൽ നമ്മൾ ലെവൽ ഡിഫറൻസ് കണ്ടുപിടിച്ചു, അല്ലേ. അതിൽ നമ്മൾ 1 എന്നും 2 എന്നും കൊടുത്തു. അതിന് രണ്ടിൻ്റെ ആവറേജ് എടുക്കാം, ടേക്കിംഗ് ദ ആവറേജ്, ഇവിടെ എറർ എന്നല്ല ആവറേജ് ആണ് എഴുതുക. ടേക്കിംഗ് ദ ആവറേജ് ഓഫ് ദീസ് 2 നമുക്ക് എന്ത് കിട്ടും, ഈ ഇക്വേഷൻ പഠിക്കാം. ദ ലെവൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഈസ് ഈക്വൽ ടു HA മൈനസ് HB പ്ലസ് HA ഡാഷ് മൈനസ് HB ഡാഷ് ബൈ 2. ഇതിലെന്താ സംഭവിക്കുന്നത്, നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഇറർ കട്ടായി പോവും, അല്ലേ. നമ്മളത് ആവറേജ് എടുക്കുന്ന സമയത്ത് ഇറർ കട്ടായി പോവും. അപ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസറിൽ ഇറർ ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇത് വെച്ച് നിങ്ങളൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. അത് നമുക്ക് പ്രോബ്ലം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.